ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കൃഷിയുടെയും വിളവെടുപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഈ ഒരു വിളവെടുപ്പ് നമ്മൾ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ശീവക്കിഴങ്ങുണ്ടല്ലോ, അതായത് കൂർക്ക കൃഷി. അപ്പം അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പം അതിനെ നട്ടതൊന്നും ഞാൻ കാണിച്ചില്ല. പണ്ട് ഞാൻ നട്ടപ്പോഴേ എനിക്കത് വലിയ വിജയമായിട്ട് തോന്നിയില്ല. കാരണം ഗ്രോ ബാഗിനകത്തായിരുന്നു. ഞാനും മെറിനും കൂടെ ഒക്കെ ഒന്ന് വിളവെടുത്ത ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടോ അതോ കിട്ടിയില്ലോ എന്നൊക്കെ ഒന്ന് നമുക്ക് ഇനി പറമ്പിലോട്ട് പോയിട്ട് കാണാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. നന്നായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. അപ്പം ഞാൻ നട്ടേക്കുന്നേ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക നമുക്ക് വിളവെടുക്കാം. ഞാൻ എന്താണ്ട് വിളവെടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ 2-3 പണ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടൊന്ന് വിളവെടുക്കട്ടെ, നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ടോ? നോക്കിക്കേ, കൊള്ളാം. എന്തായാലും കൂർക്ക കൃഷി സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ എൻ്റെ വിളവെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് കിളച്ചെടുക്കട്ടെ. ഇനി കിടന്ന് ചീത്തയായി പോയാലോ. അതിൻ്റെ തണ്ട് ഒടിച്ചൊടിച്ച് ഇങ്ങനെ കുത്തിയതായിരുന്നേ. ഇവിടെ കുറച്ച് കൊണ്ട് അപ്പുറത്തെ പണ നട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നോക്കിയപ്പോൾ ഇലയെല്ലാം പട്ട് കിടക്കുന്നു. അപ്പം എല്ലാത്തിനും ഇനി എടുക്കാൻ പോവാം. എൻ്റെ കൊച്ചു കൊച്ചു ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നുമല്ല, അത് കിളയ്ക്കുക, നല്ല പണി. അയ്യോ, എന്തൊരു നീളം ഉണ്ട്. നമ്മൾ മണ്ണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം കേട്ടോ, തണ്ട് നീളുന്നതിനനുസരിച്ച്. എങ്കിലേ കായകൾ പൊട്ടി പൊട്ടി വരുത്തോളാം. അപ്പം നമുക്കെല്ലാം ഒന്ന് കളച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കായ ഉള്ളത്, മുഴുത്ത കായൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കിളച്ചെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഒരു മുറമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മുറത്തിനകത്തോട്ടെ നമുക്കത് പറക്കിയിടാം. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലൊക്കെ കൂടുതൽ കിട്ടി. നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. പിന്നെ അടുത്ത പ്രാവശ്യത്തേക്കുള്ളത് നമുക്ക് ഈ തടത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കണം. അപ്പോൾ എന്തായാലും ഇത്രയും കൂർക്ക നമുക്ക് കിട്ടി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും ഇനി ഒരു മെഴുക്ക് പുരട്ടി തോരനും ഒക്കെ വയ്ക്കാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഒരാഴ്ച കൂടുതൽ എടുക്കാനുള്ള സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ശീവക്കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ കൂർക്കയുടെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കൂർക്ക കൃഷിയും കൂടെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒന്ന് വിജയം ആയല്ലോ, അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.